ഇപ്പോൾ മഴയൊക്കെ ആയത് കാരണം ചെടിയെല്ലാം കാട് കയറി കിടക്കും. അപ്പോൾ എല്ലാ ചെടിയും തന്നെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ പോയി. അപ്പോൾ ഇന്ന് നോക്കിയപ്പോഴത്തേക്കിന് കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ചെടിയെല്ലാം ഒരുപാട് വളർന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു ടൈമൊക്കെ ആയി നിൽക്കുകയാണ്. ഇത് ഹാങ്ങിങ് പ്ലാന്റായിട്ട് ഇടുന്നതായിരുന്നു. ഇപ്പോൾ പിന്നെ അതെടുത്ത് താഴെ വെച്ചു. ഇത് രണ്ട് വെറൈറ്റി ആയിട്ട് വളർന്നു വരുന്നു. ഒന്ന് ഗ്രീൻ മാത്രമായിട്ടുള്ളതും പിന്നെ ഈ ഒരു ഇളം കളറുള്ളതും പിന്നെ ഇതിൻ്റെ ഒരു പിങ്ക് എനിക്കൊന്ന് കുറച്ച് സൺലൈറ്റ് വരുമ്പോഴാണെന്ന് തോന്നുന്നു നല്ല പിങ്ക് കളറായിട്ടും വരുന്നുണ്ട്. ഇത് പിന്നെ ഈ ചെടി നമ്മുടെ ഗോൾഡൻ സൈപ്രസ് ഞങ്ങൾ മാരേജ് കഴിഞ്ഞ് ഫസ്റ്റ് ടൈം മൂന്നാർ പോയപ്പോൾ അവിടെ ഒരു നഴ്സറിയിൽ നിന്ന് മേടിച്ചായിരുന്നു. ഒരു കുഞ്ഞ് തൈയായിട്ട് മേടിച്ചു. ഇപ്പോൾ നല്ലൊരു നന്നായിട്ടൊന്ന് വളർന്ന് നല്ല ഇതായിട്ടൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഞങ്ങൾ താഴെ വെച്ചില്ല, ചട്ടി തന്നെ വെച്ചു. ഇതൊക്കെ ഹാങ്ങിങ് പ്ലാന്റായിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ചെടി. ഇതെല്ലാം ഇപ്പോൾ നല്ലതായിട്ട് വളർന്ന് കട്ട് ചെയ്തൊക്കെ കൊടുക്കേണ്ട ഒരു ടൈമായി നിൽക്കുക എല്ലാം. പിന്നെ ഇത് മരമുല്ല എന്ന് പറയും, കാമിനി മുല്ലയുടെ മിനിയേച്ചർ സൈസ്. എല്ലായിടത്തും എന്തോ പറയുന്നതെന്ന് അറിയത്തില്ല. ഇവിടെ ഇതിന് കാമിനി മുല്ല, ഇതിൻ്റെ വലിയൊരു മരമായിട്ട് നിന്നിട്ട് നിറയെ മുല്ലപ്പൂ പോലെ പൂക്കൾ നിൽക്കും, നല്ല മണമായിരിക്കും. ഇതിൽ ഇപ്പോൾ പൂവൊന്നുമില്ല, നല്ല വെയിൽ വേണം അതിന് പൂ വരാനായിട്ട്. പിന്നെ എല്ലാ ചെടികളും തന്നെ ഒരുപാട് കാട് പിടിച്ച പോലെ നിൽക്കുകയാണ്. എല്ലാം ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊടുക്കേണ്ട ഒരു ടൈമായി. പക്ഷെ മഴയൊക്കെ കാരണം ചെടിയിലോട്ടും ഒന്നും ശ്രദ്ധിക്കാനേ പറ്റുന്നില്ലായിരുന്നു. ഇപ്പം ഇനിയും പതുക്കെ എല്ലാം ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കാമെന്നൊക്കെ കരുതി. ഇത് ഫേൺ ഗ്രാസ്. ഇതും ഇങ്ങനെ ഒരു കുറ്റിയായിട്ടൊക്കെ വളർന്നിരിക്കുന്നതാണ് നല്ല രസം. ഒരുമിച്ച് അടുക്കടുക്കായിട്ടൊക്കെ വളർന്നിരിക്കുന്നതാണ് നല്ല ഭംഗി. അതിൻ്റെ ബാക്കിലായിട്ടൊരു സാൻഡ് പേപ്പർ വൈൻ ചെറുതായിട്ട് വളർന്നിരിപ്പുണ്ട്. അത് വളർന്നു വരുന്നതേ ഉള്ളൂ, വന്നിട്ട് മാറ്റി നടാമെന്ന് വെച്ചിരിക്കും. പിന്നെ വീടിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ ലാൻഡ്സ്കേപ്പ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മുടെ പേൾ ഗ്രാസ് ആണ്. അത് ഇപ്പോഴാണ് പേൾ ഗ്രാസ് ഇട്ടത്. നേരത്തെ വേറെ ഒരു ഗ്രാസ് ഇട്ടേക്കുമായിരുന്നു. പക്ഷെ അത് ഒരുപാട് പെട്ടെന്ന് തന്നെ ചീത്തയായിപ്പോയി. അങ്ങനെ പിന്നെ ഫേൺ ഗ്രാസ് ഇട്ട്. ഇത് ബ്രൈഡൽ ബൊക്കെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഫ്ലവർ, ഒരുപാട് ഇഷ്ടപ്പെട്ട ചെടിയാണ്. ഇതൊരു കുഞ്ഞതായിട്ട് മേടിച്ചാണ്. പക്ഷെ ഇപ്പോൾ ഒരു 4-5 മാസമായി. ഇത് അത്യാവശ്യം വളർന്നു വരുന്നുണ്ട്. നിറയെ പൂക്കളായിരിക്കും എപ്പോഴും ഇങ്ങനെ ഒരുപാട് മുട്ടിട്ടൊക്കെ നിൽക്കും ഇങ്ങനെ. പക്ഷെ കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം എന്നുള്ള പൂക്കൾ വരുന്നതനുസരിച്ചിട്ട്. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് വളരുമോയെന്ന് അറിയത്തില്ല. ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്, പക്ഷേ വളർന്നു വരുന്നുണ്ട്. അതും മാറ്റി നടേണ്ട ടൈമായി. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പോണ്ടുണ്ട്, ഒരു കുളം. അങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ട്. കൊയ്ക്കാർപ്പിനെ ഇട്ടേക്കുവാണ്. ആദ്യം മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ വേറെ കുറേ മീൻ, ഒരു 10-12 മീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞങ്ങളിവിടെ ഇല്ലാതിരുന്ന ടൈമിൽ പക്ഷേ ഫുഡൊക്കെ കൊടുക്കാൻ ആളെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നേരം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, എല്ലാ മീനും ഒരുമിച്ച് ചത്തുപോയി. അതിനെന്തോ അതിൻ്റെ ഒരു വല്ലാത്ത ഒരു രീതിയിലായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ കൊണ്ടുവന്നിട്ടതാണ് പുതിയ മീനെയൊക്കെ. പിന്നെ ഇതെല്ലാം പ്രൂണിങ് ചെയ്തൊക്കെ നിർത്തിയേക്കുന്നതാണ്. അഡീനിയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് മെലസ്റ്റോമ എല്ലാവർക്കും അറിയാം. നല്ല ബ്ലൂ കളർ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. പക്ഷേ ഇത് കിട്ടിയപ്പോൾ മുതൽ നല്ല ഭംഗിയാണ്. നല്ല വെയിലത്ത് വെച്ചാൽ മാത്രമേ ഇതിലിങ്ങനെ ഈ ലൈൻസ് കാണാൻ പറ്റത്തുള്ളൂ. മഴയൊക്കെ ആയി തണലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ലൈൻസൊക്കെ ഫെയ്ഡായിട്ട് ഫുൾ ബ്രൗൺ കളർ മാത്രമായിട്ട് ഒരു ടൈഗറിൻ്റെ സ്കിൻ പോലെയൊക്കെ ഇരിക്കുന്നത് നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ പേരും എനിക്കറിയത്തില്ല. ഇത് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് ഇട്ടിരുന്നതൊക്കെയായിരുന്നു. പക്ഷെ ഹാങ് ചെയ്ത് ഇടുമ്പോൾ ഇത് കാണാനില്ല. അതായത് ഇതിങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നതാണ്. അപ്പം ഇതിങ്ങനെ ഒരു പ്രത്യേക ഭംഗി. ഇതിങ്ങനെ തൊടാനൊക്കെ നല്ല സോഫ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ചെന്നിങ്ങനെ തൊട്ട് നോക്കുമ്പോഴൊക്കെ നല്ല സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കും. അത് ഫുൾ ഇങ്ങനെ ഒരു ചെറിയൊരു തൈ കൊണ്ടുവന്നിട്ടാണ്. പക്ഷെ അത് ഫുൾ നിറഞ്ഞ് നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ അഗ്ലോണിമയൊക്കെയാണ്. ബിഗോണിയ, അഗ്ലോണിമ. ഇത് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്. ഇത് കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്നതുമാണ്. ഇതിവിടെ ഒരുപാടുണ്ട്. അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഇത് ഞാൻ എങ്ങും തന്നെ അധികം കണ്ടിട്ടില്ല.
ഇവിടെയാണ് ഞാൻ ഇത് കണ്ടിട്ടുള്ളത്. എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കാം. പിന്നെ ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന ചെടികളൊക്കെ തന്നെയാണ്. ഇത് നമ്മുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത മണി പ്ലാന്റ്. പിന്നെ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ചെടി. ഇത് ഞാൻ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് ഒരു മഴ ടൈമായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചത് പോയി എന്നാണ് കരുതിയത്. പക്ഷെ അത് നന്നായിട്ട് കിളിച്ച് വളർന്നു വന്നു. പിന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ 2-3 വെറൈറ്റീസൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ബട്ടർഫ്ലൈ പ്ലാന്റ് ഉണ്ടായിരുന്നു. ഒരു ചട്ടി നിറയെ ഉണ്ടായിരുന്നു. 1 അല്ല 2 ചട്ടി നിറയെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ഫംഗ്ഷൻ വന്നപ്പോഴത്തേക്കിന് അത് മാറ്റി വെച്ച് അങ്ങനെ അതങ്ങ് പോയി. ഇത് ഒക്കെ അഗ്ലോണിമയുടെ ഓരോ വെറൈറ്റീസാണ്. അഗ്ലോണിമയുടെ കുറച്ച് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഇത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇതിന് അകത്തൊരു പിങ്ക് വരുന്നതൊക്കെ ഉണ്ട്. പിന്നെ വേറെയും ഉണ്ട്. ഇതിനിപ്പുറത്തേക്കുന്നത് അഗ്ലോണിമ പിങ്ക് ബ്യൂട്ടി എന്തോ പറയുന്നതെന്ന് തോന്നുന്നു. അത് നടുക്ക് നല്ല പിങ്ക് കളർ, നല്ലൊരു ലൈറ്റ് ഷെയ്ഡുള്ള പിങ്ക് കളർ. ചിലപ്പോൾ കുറച്ചും കൂടെ സൺലൈറ്റ് കിട്ടിയ ഇച്ചിരി കൂടെ ഡാർക്ക്. ഇത് അഗ്ലോണിമ സ്നോ വൈറ്റ്. ഇത് നല്ല ഭംഗിയാണ്. അതൊരു കുഞ്ഞ് തൈയായിട്ട് കിട്ടിയതായിരുന്നു. പക്ഷേ വളർന്നു വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി അതിങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. പിന്നെ ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു ചെടിയായിരുന്നു. ഞാൻ മിക്കവാറും നേഴ്സറിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇത് മേടിക്കണം. പക്ഷെ എന്തായാലും അത് മേടിച്ച് അങ്ങനെ അത് വളർന്നു വരുന്നുണ്ട്. നല്ല കളറാണ് അതിന്. പിന്നെ ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ചെടിയാണ്. ഇവിടെ ഉള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇതാണ്. ഇതും കിട്ടിയപ്പം അത് വളരുമെന്ന് കരുതിയതല്ല. പക്ഷെ അത് പെട്ടെന്ന് തന്നെ അടുത്ത ഇലയൊക്കെ വന്ന് നന്നായി വളർന്നു. നല്ല ഭംഗിയാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ഗ്ലേസിംഗ് ആണ്. എന്നാൽ ഫോട്ടോ എടുക്കണ്ട കേട്ടോ. പിന്നെന്തോ എടുക്കണ്ടേ? പിന്നെ കുഞ്ഞിനെന്തോ വേണ്ടേ? ഫോട്ടോ വേണ്ടോ? എന്നാൽ ഫോട്ടോ എടുക്കുന്നില്ല, വീഡിയോ എടുക്കാം നമുക്ക്. നമ്മൾ എന്ത് ചെയ്യുന്നു അത് തന്നെ പിള്ളേരും കണ്ട് ചെയ്യും, അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും എന്ന് പറയുന്ന പോലെ. ആദ്യം ഞാൻ ചെടിയൊന്നും അത്ര ശ്രദ്ധിക്കത്തില്ലായിരുന്നു. പക്ഷേ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ടൈമിൽ എമ്മായും കൂടി ചെടിയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷേ ശ്രദ്ധിക്കുകയല്ല ചെയ്യുന്നത്, ഞാൻ നട്ട് വെക്കും, ഒരു സൈഡിൽ നിന്ന് എമ്മ അത് എടുത്ത് കളയും. അതായിരുന്നു എന്നും ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം ഇത് നട്ട ടൈമിലെല്ലാം നടും. ഇച്ചിരി ഇത് കഴിയുമ്പോഴത്തേക്കിനും അതിങ്ങനെ പറിച്ച് എൻ്റെ കൈ കൊണ്ടുതരും. മമ്മ അതേ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പോൾ മഴയായത് കാരണം അങ്ങനെ വെളിയിലോട്ട് കുഞ്ഞിറങ്ങുന്നില്ലായിരുന്നു. ഇനിയിപ്പോൾ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഫോട്ടോ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. കുഞ്ഞിന് എന്താണെന്ന് അറിയത്തില്ല, ഫോട്ടോ എടുക്കുന്നതിനോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഫോട്ടോ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വഴക്കിട്ട് എന്നെ പിടിച്ച് വലിച്ചുകൊണ്ടൊക്കെ പോകുമായിരുന്നു. മറ്റെന്തോ കണ്ടിട്ടാന്ന് തോന്നുന്നു. നേരത്തെ എൻ്റെ കയ്യിലൊരു റംബൂട്ടാൻ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ റംബൂട്ടാൻ കുഞ്ഞിന് കൊടുക്കത്തില്ല. കൊടുക്കും, പക്ഷെ അത് കട്ട് ചെയ്ത് അങ്ങനെ എടുത്തിട്ടൊക്കെ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഒരു റംബൂട്ടാനായിരുന്നു, അത് പിന്നെ കൊടുക്കാതെ എടുത്ത് മാറ്റി വെച്ച്. അതിൻ്റെ ഇതിലായിരുന്നു ഫോട്ടോ വേണ്ട എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വലിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ചെടി നോക്കാൻ നിന്ന് കൂടെ വന്നിട്ട് ചെടി നോക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടുത്തെ ഓരോന്നെടുത്ത് അങ്ങോട്ടിടും, അവിടുന്ന് ഓരോ ഇലയൊക്കെ പറിച്ച് കൊണ്ട് വരും. അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഇപ്പം മീന് തീറ്റയൊക്കെ കൊടുത്തിട്ട് വേണ്ടെന്ന് തോന്നുന്നു. രാവിലെ ഓൾറെഡി ഫുഡ് കൊടുത്തതായിരുന്നു. അതുകൊണ്ട് ഇപ്പം ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടും എടുക്കുന്നില്ല. ആവശ്യം കാണത്തില്ലായിരിക്കും. എമ്മ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. എപ്പോഴും അങ്ങനെ തന്നെ. ടി വി കാണാത്ത ടൈമിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും മുറ്റത്തൊക്കെ ഇറങ്ങി എന്തെങ്കിലും ചെയ്യും. എപ്പോഴും മുറ്റത്തിറങ്ങണം. പക്ഷെ എന്നാൽ ആരും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് മുറ്റത്തോട്ട് തനി ഇറക്കി വിടാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരെങ്കിലും നോക്കിയിട്ട് മുറ്റത്തോട്ട് ഇറക്കി അപ്പോൾ അവിടെ കുറേ സമയം ഒറ്റയ്ക്ക് നിന്ന് കളിക്കും, എടുക്കും. അടുത്തുള്ള കുട്ടികളെയൊക്കെ ഇങ്ങനെ വിളിക്കും. അങ്ങനെയൊക്കെ കളിച്ചുകൊണ്ട് നിന്നോളും. ഇയാൾ
ഇങ്ങോട്ട് നോക്കിക്കേ ഒന്ന്.